സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം ഇഞ്ചി വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വപ്രസിദ്ധനായിരിക്കുന്ന മാസിഡോണിയൻ ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടറിനെ കുറിച്ച് കേൾക്കാത്ത കാതുകൾ വളരെ കുറവാണ്. ബുദ്ധി വൈഭവം കൊണ്ടും സൈനിക വിന്യാസങ്ങൾ കൊണ്ടും അനേക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ലോകത്തിനു മുമ്പിൽ വലിയ മാതൃകാ പുരുഷനായിട്ട് നിൽക്കുകയാണ്. എന്നിരിക്കലും ഇതുപോലെയുള്ള വലിയ സൈനിക അധിനിവേശങ്ങൾ നടത്തിയ വ്യക്തിക്ക് ജീവിതത്തിൽ ആയുസ് വളരെ കുറവായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹത്തിന് 33 വർഷക്കാലമാണ് ആയുസ് ഉണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിൽ 33 വർഷത്തെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം അനേക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു, അനേക സംസ്കാരങ്ങൾ പല രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തു, അനേക വിദ്യകൾ താൻ അഭ്യസിച്ചു. സാഹിത്യത്തിലും അതുപോലെ സാങ്കേതിക വിദ്യയിലും വൈദ്യശാസ്ത്രത്തിലുമെല്ലാം താൻ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനായിട്ട് തനിക്ക് സാധിച്ചു. വിശ്വപ്രസിദ്ധനായിരിക്കുന്ന അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായിട്ട് തീർന്ന് താൻ അഭ്യസിക്കാവുന്ന എല്ലാ വിദ്യകളും താൻ അഭ്യസിച്ച് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചു എങ്കിലും അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നത് കേവലം 33 വർഷമാണ്. വലിയ വലിയ ആധുനിക സൗകര്യങ്ങൾ, അന്നത്തെ കാലത്തെ നിലവിൽ നിൽക്കുന്ന വലിയ വലിയ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിലാണ് താൻ 33ാമത്തെ വയസ്സിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എങ്കിലും വലിയ വലിയ ഡോക്ടർമാർ, അന്നത്തെ കാലത്തെ വിശ്വപ്രസിദ്ധരായിരിക്കുന്ന അല്ലെങ്കിൽ രോഗപ്രശസ്തരായിരിക്കുന്ന ഡോക്ടർമാർ തന്നെ ചികിത്സിക്കാനായിട്ട് ഉണ്ടായിരുന്നു എങ്കിലും അംഗരക്ഷകരും പരിചാരകന്മാരും
മരുന്നുകളും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു എങ്കിലും തൻ്റെ മരണത്തോടടുക്കുന്ന വേളയിൽ താൻ വളരെ നിരാശനായിരുന്നു എന്ന് ചരിത്രകാരന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അദ്ദേഹം തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ അംഗരക്ഷകരോട് താൻ ഇങ്ങനെ അറിയിച്ചു. 3 ആഗ്രഹങ്ങൾ അദ്ദേഹം അറിയിച്ചതായിട്ടാണ് ചരിത്രകാരന്മാർ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, തൻ്റെ നിലവറയിലിരിക്കുന്ന രത്നങ്ങളും വൈര്യങ്ങളുമെല്ലാം തൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിലേക്ക് നിരത്തിയിടണം. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അതിൽ ചവിട്ടി വേണം എൻ്റെ ശവമഞ്ചം കൊണ്ട് മുമ്പോട്ടേക്ക് പോകുവാൻ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ് തൻ്റെ ശവമഞ്ചത്തെ ചുമലിലേറ്റി നടന്നുകൊണ്ട് പോകേണ്ടത്. അതുപോലെ ഡോക്ടർമാരുടെ സഹായിക്കാനായിട്ട് നിന്ന ആളുകൾ താൻ കഴിച്ചു തീർത്ത മരുന്ന് കുപ്പികൾ ഉയർത്തിപ്പിടിച്ച് ജനത്തെ മുഴുവൻ കാണിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 3ാമതായിട്ട് താൻ ആവശ്യപ്പെട്ടത് തൻ്റെ കൈകൾ 2ഉം ശവപ്പെട്ടിയുടെ പുറത്തേക്ക് മലർത്തി ഇതിൽ ഒന്നുമില്ല എന്ന് കാണിക്കുവാൻ തക്കവണ്ണം ശവപ്പെട്ടിയുടെ പുറത്തേക്ക് മലർത്തിയിടണം എന്ന ആഗ്രഹവും താൻ അവിടെ ഉന്നയിച്ചു. കാലവും ചരിത്രകാരന്മാരും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ ഇങ്ങനെ വിലയിരുത്തി. അതായത് ലോകത്തിലെ എത്രമാത്രം സുഖ സൗകര്യങ്ങളും ധനങ്ങളും ഉണ്ട് എങ്കിലും മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഇത് ഒന്നും യാതൊരു വിലയും ഇല്ലാത്തതായിട്ട് തീരും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രത്നങ്ങളും വൈര്യങ്ങളും വിലയേറിയ മറ്റ് സ്വർണ്ണ വസ്തുക്കൾ ഒന്നും മരണത്തിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര വലിയ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും ലോകത്തെ വിശ്വപ്രസിദ്ധന്മാരായിരിക്കുന്ന ഡോക്ടർമാർ ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചാലും മരണത്തെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. അതേപോലെ താൻ അനേക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു, അനേക അധികാരങ്ങൾ പദവികൾ തനിക്ക് ഉണ്ടായിരുന്നു. ഈ ലോകത്ത് നിന്നും യാതൊന്നും കൊണ്ടുപോകാനായിട്ട് തനിക്ക് സാധിച്ചിട്ടില്ല എന്നതിൻ്റെ ചിത്രം വരച്ചു കാണിക്കുവാനായിട്ട് തൻ്റെ കൈകൾ 2ഉം അദ്ദേഹം ശവമഞ്ചത്തിന് വെളിയിലേക്ക് ഇട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് പലതും നേടുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ നേട്ടങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ കാലം അല്ലെങ്കിൽ ചരിത്രകാരന്മാർ അതിനെ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തി വയ്ക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഈ ലോകത്തിലെ നേട്ടങ്ങൾ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നവ മാത്രമാണ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് ഇത് യാതൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. മഹാനായിരിക്കുന്ന മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചപ്പോൾ മറ്റു മേഖലകളിലെല്ലാം മുന്തിയ വിജയം കൈവരിച്ച മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചപ്പോൾ മൃതനായിത്തീർന്ന ചരിത്രമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവചരിത്രം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും ഇതുപോലെയാണ്. ഈ ഭൂമിയിൽ ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്ന ആളുകളാണ്. ഈ ഭൂമിയിൽ പലതും വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മളുടെ ശ്രമങ്ങൾ മുഴുവൻ. അലക്സാണ്ടറിനെ പോലെ വലിയ വലിയ സൗകര്യങ്ങൾ നേടിയെടുക്കുവാൻ, വലിയ വലിയ ചികിത്സാ സൗകര്യങ്ങൾ ഒക്കെ കണ്ടെത്തുവാനായിട്ട്, അതുപോലെ അധികാരങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഉള്ള വ്യഗ്രതയിലാണ് ഇന്നത്തെ മനുഷ്യൻ എന്നുള്ളത്. ഈ ഭൂമിയിലെ നേട്ടങ്ങളാണ് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. എന്നിരുന്നാലും അത് ഭൂമിയിൽ തന്നെ അവസാനിക്കുന്നതാണ് എന്നും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിച്ചു, ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ അവൻ്റെ ജീവന് എന്ത് മറുവില കൊടുക്കും എന്ന് കർത്താവ് ഇങ്ങനെ ചോദിച്ചു. ഒരു മനുഷ്യൻ സകലതും വെട്ടിപ്പിടിക്കുവാനായിട്ട് സാധിക്കും, സകലതും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നിരിക്കലും ഒരുപക്ഷെ ഒരു സമയത്ത് തൻ്റെ ജീവനെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന മരണം എന്ന അവസ്ഥയെ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും നേരിടേണ്ടുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവന് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്? അതൊരു ചോദ്യമായിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഉത്തരം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചോദ്യത്തിൻ്റെ ഭാവവും ഘടനയും ഒക്കെ നമുക്ക് വെച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും, ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചാലും അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. ഈ ലോകത്തിൽ പ്രയോജനമുണ്ട്, വരുവാനുള്ളതിൽ പ്രയോജനമില്ല. നമ്മുടെ നേട്ടങ്ങളെല്ലാം ഈ ലോകത്തും കൊണ്ട് അവസാനിക്കും, നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് കർത്താവ് അങ്ങനെ പറഞ്ഞു. C.S. ലൂയിസ് എന്ന വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ താൽക്കാലികമായിരിക്കുന്ന സന്തോഷത്തെ യഥാർത്ഥ സന്തോഷമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന്. ഒരിക്കൽ കൂടി ഞാൻ ആ പ്രസ്താവന പറയാം. മനുഷ്യൻ
താൽക്കാലികമായിരിക്കുന്ന സന്തോഷത്തെ യഥാർത്ഥ സന്തോഷമായി തെറ്റിദ്ധരിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ലോകത്തെ നേട്ടങ്ങളെല്ലാം നമുക്ക് സന്തോഷമുണ്ടാക്കി തരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ അതൊക്കെ വെറും താൽക്കാലികമായിരിക്കുന്ന സന്തോഷങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. താൽക്കാലികമായിരിക്കുന്ന നല്ല നല്ല വിജയങ്ങൾ വരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, അത് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യൻ മറന്ന് പോകുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം എല്ലാവരും സന്തോഷിച്ച ഒരു അസുലഭ നിമിഷമാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം. അത് വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം എല്ലാവരും വളരെ അധികം സന്തോഷിച്ച് ആനന്ദിച്ച വ്യക്തികളാണ്. എന്നാൽ അത് ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന സന്തോഷമാണ്. നമ്മുടെ മരണശേഷം ഈ സന്തോഷത്തെ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടോ ഈ സന്തോഷത്തെ അനുഭവിക്കാനായിട്ടോ സാധിക്കുകയില്ല. നേട്ടങ്ങളുടെ പിന്നാലെയാണ് ഇന്ന് മനുഷ്യൻ്റെ പായ്ച്ചിലുകളും ഓട്ടങ്ങളും മൊത്തം. എന്നാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക രംഗത്തുമൊക്കെ മനുഷ്യൻ കൈവരിക്കാവുന്ന എല്ലാ നേട്ടങ്ങളിലേക്കും എത്തിപ്പിടിക്കാവുന്ന എല്ലാ നേട്ടങ്ങളിലേക്കും മനുഷ്യൻ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്ല എന്ന കമ്പനിയുടെ CEO ആയിരിക്കുന്ന എലോൺ മസ്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഈ വർഷാരംഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വളരെ ആകർഷണീയമായി തോന്നി. അദ്ദേഹം ഇനി തൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കുക എന്നുള്ളതാണ്. അതായത് ഡ്രൈവർമാർ ആവശ്യമില്ലാത്ത, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അനുസരിച്ച് ഡ്രൈവ് ചെയ്തു പോകാവുന്ന ഒരു കാറ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ മനുഷ്യൻ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളർച്ചയുടെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസിക്കുന്ന ലോകത്തിൻ്റെ സമകാലികർ എന്ന നിലയിൽ ഈ വികസനത്തിൻ്റെ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ നേട്ടങ്ങൾ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നവയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് പറഞ്ഞു, ഒരുവൻ തൻ്റെ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അതുപോലെ മനുഷ്യൻ അവൻ്റെ ആത്മാവിന് എന്ത് മറുവിലയായിട്ട് കൊടുക്കും? ഇതിൽ നിന്ന് ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യന് ഒരു ആത്മാവുണ്ട് എന്നാണ് നാം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, ഭൂമിയിലെ ജീവിതത്തിന് ശേഷം താൻ മരിച്ചു കഴിയുമ്പോഴും തനിക്കൊരു ജീവിതം ശേഷിക്കുന്നുണ്ട്. അമർത്യമായിരിക്കുന്ന ഒരു ആത്മാവ് തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യം കർത്താവ് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലെ നേട്ടങ്ങൾ കൈവരിച്ച് വിജയിച്ച് ഭൂമിയിൽ വിജയകരമായ ജീവിതം ജീവിച്ചു തീർത്തു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ഒരു പക്ഷേ തൻ്റെ ആത്മാവിനെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ മനുഷ്യൻ വിജയിച്ച ഒരു മനുഷ്യനായിട്ട് നമുക്ക് പിന്നീട് വിലയിരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് എന്ന് കർത്താവ് പറഞ്ഞു. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്ന നേട്ടങ്ങൾ ഒന്നും ഒരു നേട്ടങ്ങളേ അല്ല എന്ന് കർത്താവ് അവരോട് പറയുകയുണ്ടായി. എന്നാൽ ഈ ഭൂമിയിലെ സന്തോഷത്തേക്കാൾ സന്തോഷം പകരുന്ന ഒരു സ്ഥലം നമുക്കായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ദൈവവും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും ദൂതന്മാരും വസിക്കുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചാണ് ആത്മാവിനെ നേടുന്ന വ്യക്തി എന്ന് പറയുന്നത്. തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തുന്ന വ്യക്തിയെക്കുറിച്ച് ആത്മാവിനെ നേടിയ വ്യക്തി എന്ന് പറയുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മരണശേഷം ചെന്നെത്താനായിട്ട് മനുഷ്യന് സാധിക്കുന്ന 2 സ്ഥലങ്ങളാണ് സ്വർഗവും അതുപോലെ നരകവും. സ്വർഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ഫടികങ്ങൾ നിറഞ്ഞ ഭിത്തികളും ഒക്കെയുള്ള വീഥികൾ ഒക്കെ വളരെ വർണ്ണാഭമായിരിക്കുന്ന ഭംഗി നിറഞ്ഞ ഒരു സ്ഥലം, ഏത് മനുഷ്യനും ചെന്നെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്നുള്ളത്. എന്നാൽ മനുഷ്യന് സ്വർഗപ്രാപ്തി എങ്ങനെ നേടുവാനായിട്ട് സാധിക്കും? അതേപോലെ മറ്റൊരു സ്ഥലമാണ് നരകം എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ ഭീകരത ജനിപ്പിക്കുന്ന ഒന്നാണ് നരകം എന്നുള്ളത്. നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്നൊക്കെ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും ചെന്നെത്താനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് നരകം എന്നുള്ളത്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ സകലതും നേടിക്കോളൂ, പക്ഷേ നിങ്ങളുടെ ആത്മാവ്
നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കാനായിട്ട് എന്താണ് ഒരു പോംവഴിയുള്ളത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എന്താണ് ഒരു വഴി ഉള്ളത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് മനുഷ്യരെ പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പാപത്തിൻ്റെ ശിക്ഷയെ സ്വയം വഹിച്ചുകൊണ്ട് പാപിയായിരിക്കുന്ന മനുഷ്യനെ നരകത്തിൽ നിന്നും ഉദ്ധരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ലാതെ വേറൊരു വ്യക്തിക്കും സ്വർഗപ്രാപ്തി ലഭിക്കുവാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരും നഷ്ടപ്പെട്ടവരായി, ആത്മാവിനെ നഷ്ടപ്പെട്ടവരായി നരകത്തിൻ്റെ തീയിൽ വെന്തെരിയുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം. നമ്മെ സ്വർഗത്തിൽ ദൈവത്തോടുള്ള സജീവമായിരിക്കുന്ന ബന്ധത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും ആയിരിക്കുന്ന കാര്യം എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്? ആത്മാവ് നഷ്ടപ്പെട്ട, ആത്മാവിൽ മരിച്ച ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു മനുഷ്യനും സ്വർഗപ്രാപ്തി ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം സ്നേഹവാനായിരിക്കുന്ന ദൈവമാണല്ലോ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, എങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് അവനെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൂടായോ എന്ന് പലപ്പോഴും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നശിച്ചു പോകുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല, നമ്മൾ ആരും വേദന അനുഭവിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം. എന്നാൽ പാപത്തെ ശിക്ഷിക്കാതെ, പാപിയെ ഉപാധികളൊന്നും കൂടാതെ ക്ഷമിച്ച് അവനെ സ്വർഗത്തിലേക്ക് കയറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയില്ല. കാരണം ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ വിശുദ്ധനാണ്. തൻ്റെ നീതിയെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് ഒരു കാലത്തും സാധിക്കുകയില്ല. കാരണം താൻ വിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്, നീതിയും ന്യായവും ഉള്ള ദൈവമാണ് നമ്മളുടെ ദൈവം, വിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പാപത്തെ ശിക്ഷ വിധിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? മനുഷ്യർക്ക് അസാധ്യം. കർത്താവ് ചോദിച്ചു, മനുഷ്യൻ തൻ്റെ ആത്മാവിന് എന്ത് മറുവില കൊടുക്കും എന്നുള്ളത് മനുഷ്യർക്ക് അസാധ്യമാണ്. ഒരു മനുഷ്യന് തൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് മറുവില കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തൃപ്തികരമായിരിക്കുന്ന വില കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നഷ്ടപരിഹാര തുക നൽകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്യാത്തവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ നിർമ്മലമായിരിക്കുന്ന രക്തം കാൽവരി ക്രൂശിൽ ഒഴുക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തി പാപിയായിരിക്കുന്ന നാം ഓരോരുത്തർക്കും വേണ്ടിയും പാപം ചെയ്യാത്ത കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, വിശുദ്ധനായിട്ട് ജീവിച്ച യേശു ക്രിസ്തു, നീതിമാനായിട്ട് ജീവിച്ച, ആർക്കും ഒരു കുറ്റവും ആരോപിക്കുവാനായിട്ട് സാധിക്കാതെ ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നാം അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ കാൽവരി ക്രൂശിൽ നമുക്ക് പകരക്കാരനായി നിന്ന് അനുഭവിച്ച് തീർത്ത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മോചനമുള്ളവരാക്കി തീർത്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് നാം ഓരോരുത്തരും വ്യക്തിപരമായി വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുന്നത്. നാം ഓരോരുത്തരും സ്വർഗത്തിന് അവകാശികളായിട്ട് തീരുന്നത്, നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നേട്ടം എന്ന് പറയുന്നത് ഈ നേട്ടമാണ്. ബാക്കി നേട്ടങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നതാണ്. ഈ ഭൂമിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചേക്കാം, ഭൂമിയിലെ ജീവിതം കൊണ്ട് അത് അവസാനിക്കും. എന്നാൽ നിത്യത എന്നുള്ളത് മനുഷ്യനുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ നിത്യത എവിടെ ചെലവഴിക്കണം എന്നുള്ളത് നാം തീരുമാനിക്കേണ്ടുന്ന ഒന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യത നമുക്ക് സ്വർഗത്തിൽ ചെലവഴിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് തീരാൻ പോകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാനായിട്ട്, വെട്ടിപ്പിടിക്കുവാനായിട്ട്, അതുപോലെ തിരക്ക് പിടിച്ചിരിക്കുന്ന ഈ ലോകത്ത് ഈ ദൈവത്തിൻ്റെ വചനത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും അവഗണിക്കുന്നത് നമുക്ക് നന്മയായിട്ട് തീരുകയില്ല എന്ന് നാം ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സ്നേഹ മനസ്സാൽ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ട് തീരുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ബാക്കി എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ആ നേട്ടങ്ങൾ ഈ ഭൂമിയിൽ തന്നെ തീരുന്നതാണ്, താൽക്കാലികമാണ്. അതുകൊണ്ടാണ് C.S. ലൂയിസ് ഇങ്ങനെ തന്നെ പറഞ്ഞത്,
ഭൂമിയിലെ യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം എന്നുള്ളത് സ്വർഗത്തിൽ ലഭിക്കുന്ന സന്തോഷമാണ്. ഭൂമിയിലെ സന്തോഷങ്ങൾ നമുക്ക് സന്തോഷം ഉളവാക്കും, പക്ഷേ അത് താൽക്കാലികമായിരിക്കുന്ന സന്തോഷമാണ്. എന്നാൽ മനുഷ്യന് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് ഈ താൽക്കാലികമായിരിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എന്ന് തെറ്റിദ്ധരിച്ച് താൽക്കാലികമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടിപ്പാച്ചിലാണ് ഇന്നത്തെ മനുഷ്യൻ. നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നേട്ടങ്ങൾ എല്ലാ നേട്ടങ്ങളാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ അവഗണിച്ചു പോകുന്ന ഒരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നേട്ടവും നമുക്ക് പ്രയോജനം വരികയില്ല, നമുക്ക് നേട്ടമായിട്ട് തീരുകയില്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അതിൽ തർക്കമില്ല. എന്നാൽ ഈ ഭൂമിക്കപ്പുറത്തേക്ക്, ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുമ്പോൾ, മരണം മൂലം നാം ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിനൊരു നിത്യതയുണ്ട്. ആ നിത്യത സുഖമുള്ള, സന്തോഷമുള്ള, ദൈവമുള്ള, വേദനകളില്ലാത്ത, നിരാശകളില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷമുള്ള ഒരു സ്ഥലത്ത്, സ്വർഗസ്ഥലങ്ങളിൽ ചെലവഴിക്കണം എങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇല്ല എങ്കിൽ നാം നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടി വരുന്നത് നിത്യയാതന സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ആത്മാവിനെ അവന് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പലതും അവൻ നേടിയെടുത്തു, പക്ഷേ അവൻ്റെ ജീവൻ, ആത്മാവ് എന്നുള്ളത് നരകത്തിൽ ആയിപ്പോയി. അവൻ എന്ത് പ്രയോജനമാണ് ലഭിച്ചത്? 70-80 വർഷം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ആയുസ്സിനെ ഹോമിച്ച മനുഷ്യൻ നിത്യകാലം ജീവിക്കാനായിട്ടുള്ള തൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് മറന്നുപോയി എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എത്ര ദാരുണമാണ്. നരകം എന്ന് പറയുന്നത് മരണം കൊണ്ട് തീരുന്ന ഒന്നല്ല, മരണവേദനയാണ്. എന്നാൽ എന്നേക്കും മരണവേദനയാണ്. ഒരിക്കലും മരിക്കുന്നില്ല, എപ്പോഴും മരിക്കുന്ന സ്ഥലം. എന്നാൽ മരണം കൊണ്ട് തീർന്നു പോകാത്ത ഒരു സ്ഥലം, അതാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തോടത്ത്, ദൂതന്മാരോടൊത്ത്, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിത്യാനന്ദം അനുഭവിക്കുന്ന ആ സ്ഥലം. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് ഏറ്റവും മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ എല്ലാം സമ്പാദിച്ചു, എല്ലാം നേടി, എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് അഹങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ മരണത്തിനപ്പുറത്തേക്ക് ഇവിടെ നേടിയതായിരിക്കുന്ന ഒന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. നാം മരിക്കുമ്പോൾ നാം ഇവിടെ നേടിയെടുത്തതായിരിക്കുന്ന നേട്ടങ്ങളും അതുപോലെ പിടിച്ചതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മരണത്തോടൊപ്പം ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഏത് ധനവാനും ഏത് ദരിദ്രനും മരിക്കും, മരിച്ച് മണ്ണോട് ചേരും. ദരിദ്രനായാലും ധനവാനായാലും അവൻ നേടിയെടുത്തതൊന്നും മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സർവ്വവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ലോകത്തെല്ലാം നേടി, എന്നാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നാം ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നാം മരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും? നിത്യമായി സ്വർഗത്തിലായിരിക്കുമോ? നിത്യമായിരിക്കുന്ന നരകത്തിലായിരിക്കുമോ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു എന്ന ഏക വഴിയേ ഉള്ളൂ. നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. ആ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുമോ? എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് എൻ്റെ രക്ഷകനാണ്. ആ കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ആര് പറയുന്നുവോ അവർക്ക് കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുമോ, കർത്താവെ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന പാപത്തിന് അവിടുന്ന് പരിഹാരം വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവന് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്ത് പലതും നേടിയവരാണ്. ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു, അതുപോലെ പല നേട്ടങ്ങളും ഞങ്ങൾ കൊയ്തവരാണ്. എന്നാൽ ഈ മരണത്തോടൊപ്പം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. മരണത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ആത്മാവ് എവിടെ പോകും? നിത്യമായ സ്വർഗത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കർത്താവെ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ സമ്പൂർണ്ണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് കർത്താവിൽ വിശ്വസിച്ച് നിത്യതയിൽ കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുകയും അവിടെ ഞങ്ങളെ നടത്തുകയും ചെയ്യണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം